ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ സുദേഷ്ന. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഹോളിഡേ ആണ്. ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഇമാൻ്റെയും അതുലാറ്റിൻ്റെയും വീട്ടിലാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യലായിട്ട് ആലു പറാത്തയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് കുറച്ച് പറാത്താസൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എത്താൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് വെച്ചിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമുക്ക് ആലു പറാത്ത മേക്കിംഗ് വീഡിയോ കണ്ടാലോ. നമ്മളിത് സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ചപ്പാത്തിൻ്റെ അത്ര ചെറിയ ബോൾസ് അല്ല, അത്യാവശ്യം ഒരു മീഡിയം സൈസ് ഉരുളകളായിട്ട് വേണം എടുക്കാൻ. കാരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയ ബോൾസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഫില്ലിംഗ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പേര് പോലെ തന്നെ ആലു ആണ്. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, അതിൽ സവാള, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു പൂരി വലുപ്പത്തിൽ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടി ബോളാക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. പരത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവരുത്, ഉള്ളിലുള്ള ഫില്ലിംഗ് ഒന്നും പുറത്ത് വരരുത്. ഞാൻ കുറേ കാലമായി ആലു പറാത്ത കഴിക്കണമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഇവാനെ വിളിച്ച് ചോദിച്ചു. കേട്ടവാതി നെക്സ്റ്റ് വീക്കെൻഡ് വീട്ടിലോട്ട് വായോ എന്നാണ് ഇവ പറഞ്ഞത്. ശരിക്കും അങ്ങനെ പറയുന്ന ഫ്രണ്ട്സിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ അതേ പറാത്ത പരത്തി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അപ്പം നമ്മളിതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, നെയ്യ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറാത്താസൊക്കെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അല്പം നെയ്യ് തൂവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ പറാത്തയായിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ രണ്ട് സൈഡൊന്ന് മറിച്ചിട്ടതിന് ശേഷം നെയ്യൊന്ന് തൂവി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പറാത്താസൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പിക്കിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അച്ചാർ, അല്ലെങ്കിൽ കേർഡ്, നല്ല കട്ട തൈര്. അപ്പം ഞാനിപ്പോൾ ഇവിടെ അച്ചാർ എടുക്കുന്നില്ല, ഞാനിപ്പോൾ തൈരാണ് എടുക്കുന്നത്. ഇത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. അപ്പം ഞാനൊന്ന് സ്ലോ മോഷനിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ആലു പറാത്ത മേക്കിംഗ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക.